അപ്പോൾ നമ്മളിപ്പോൾ ഹെൻറി മാഷിന്റെ വീട്ടിലാണ്. നമുക്ക് ഈ പുൽക്കൂടിന്റെ വിശേഷങ്ങൾ അറിഞ്ഞാലോ? ഹെൻറി മാഷും ഷേർലി ചേച്ചി, ഷാരോണും അതുപോലെ തന്നെ സെറിൻ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, എത്ര നാളെടുത്തു ഈ ഒരു പുൽക്കൂട് ചെയ്യാനൊക്കെ ആയിട്ട്? ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഒരാഴ്ച സമയം എടുത്തുള്ളൂ. ഓക്കെ, സാധാരണ ഞാൻ ഒരു 1.5 മാസം കൊണ്ടാണ് ഓരോ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം വളരെ സിമ്പിൾ ആയിട്ട് മെറ്റീരിയലൊക്കെ ഒരു 15-20 ദിവസം മുമ്പേ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചു. എന്തൊക്കെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് പറയാം? ഇതിന് വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ റീപ്പറും പിന്നെ പിത്ത്. ഇത് ഒരു ബ്ലൗസ് പീസാണ്. ഇത് ബ്ലൗസ് പീസ് ഫ്രില്ലൊക്കെ വെച്ച് തയ്പ്പിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പുൽക്കോടിന് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുൽക്കോടല്ല, പശുവിന്റെ തൊഴുത്ത്. പിന്നെ വൈക്കോലുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് പറയാമോ? എന്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നി? വർഷം തോറും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷകന്റെ ജനനം ആഘോഷിക്കുകയല്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിലുണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ വർഷത്തെക്കാട്ടിലും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ണി വരാൻ പോകുന്നുണ്ട്. അതിന്റെ സന്തോഷം കൂടി. മനോഹരമായ ഒരു സ്റ്റാച്യൂസ് ആണ്. ഈ സ്റ്റാച്യൂസ് എവിടെ നിന്ന് മേടിച്ചേ? ഇത് കഴിഞ്ഞ വർഷം എന്റെ മകൻ ഷാരോണും മരുമകള് സെറിനും കൂടി നാട്ടിൽ പോയപ്പോ ക്രിസ്മസിന് അവർ പോയിരുന്നു. അപ്പൊ പുത്തമ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പുത്തമ്പള്ളി അവരുടെ ചർച്ചിലുള്ള ഓഫീസിൽ നിന്ന് അവിടുന്ന് വാങ്ങിച്ചതാണ്. വളരെ ഭംഗിയായിട്ട് തോന്നിയത് കാരണം അവൻ കുറച്ച് വലുതായാലും നല്ലതാണെന്ന് ഓർത്ത് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഷാരോണും സെറിനും. അപ്പൊ ഈ ട്രീ വല്ല എവിടെ നിന്നെങ്കിലും കിട്ടിയ ഐഡിയ ആണോ അതോ ജസ്റ്റ് മനസ്സിൽ തോന്നിയതുപോലെ? സാധാരണ ഞാനിത് ട്രീ ഇത് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഒരു മനോഹരമായിട്ടൊരു ഐഡിയ തോന്നിയത് കാരണം ഇങ്ങനെ ഉണ്ടാക്കിയതാ. അപ്പൊ മനോഹരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഹെൻറി മാഷേ. ഇതെന്താ ഇത്? ഇതിപ്പോ അവിടെ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തില് ബത്ലഹേമിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഇസ്രായേലുകാര് അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു സിംബോളിക്കലായിട്ട് അവിടെ വെച്ചതാണ്. IDF-ന്റെ ഒരു ടാങ്ക് അവിടെ നിന്ന് ഇവരെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ വെച്ചത്, ഒരു കൗതുകത്തിന് വേണ്ടി വെച്ചതാണ്. Merry Christmas.